UK രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ് ഈ വർഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലെ 7ാമത് പ്രധാനമന്ത്രിയായി ആൻഡി ബെൺഹാം അധികാരത്തിലെത്തിയിരിക്കുന്നു. സർക്കർ സ്റ്റാമർ ഒഫീഷ്യലായി രാജിവെക്കുകയും ആൻഡി ബെൺഹാം ചുമതലയേൽക്കുകയും ചെയ്തു. ആദ്യ പ്രസംഗത്തിൽ ആൻഡി ബെൺഹാം പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്ത് വ്യാപകമായ ചേഞ്ചുകൾ കൊണ്ടുവരുന്ന പ്ലാനുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ വലിയ വികസനം കൊണ്ടുവരികയും രാജ്യവ്യാപകമായി അത് ചർച്ച ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഒരു മേയർ സ്ഥാനത്ത് നിന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നിരിക്കുന്നത്. അതേ മാതൃകയിൽ തന്നെ രാജ്യവ്യാപകമായ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന പ്രസ്താവന അദ്ദേഹം നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ നിരവധി വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നു. എന്താണ് ആൻഡി ബെൺഹാമിന്റെ പ്രധാന പ്ലാനുകൾ എന്ന് നോക്കാം. ഇപ്പോൾ UK ജനങ്ങൾ അനുഭവിക്കുന്ന ദൈനംദിന ജീവിത ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് മുഖ്യ പരിഗണന നൽകുമെന്നാണ് അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയി മാത്രം പരിഗണിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള പുതിയ പ്ലാനുകളാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക. അതിന്റെ ഭാഗമായി മാഞ്ചസ്റ്റർ മാതൃകയിൽ വഴിയോരങ്ങളിലൊക്കെ താമസിക്കുന്ന വീടുകളില്ലാത്തവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി 340 മില്യൺ പൗണ്ടിന്റെ വലിയ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനായി ഫണ്ട് അനുവദിക്കും. UK കൗൺസിലുകൾ ഇപ്പോൾ നടത്തുന്ന വീട് നിർമ്മാണ പദ്ധതി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകും. അതോടൊപ്പം തന്നെ രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനായിരിക്കും ആൻഡി ബെൺഹാം ആദ്യ പരിഗണന നൽകുക. അതേസമയം തന്നെ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇത്രയും നാളും അധികാരം ലണ്ടനിൽ നിന്നും എന്നുള്ള രീതി മാറി മാഞ്ചസ്റ്റർ ബേസിലായി രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലോട്ട് വികസനം കൊണ്ടുവരുന്ന രീതിയിലോട്ട് പുതിയ ഭരണരീതി മാറും. അതുകൊണ്ട് തന്നെ നോർത്തേൺ അയർലൻഡിലും സ്കോട്ട്ലൻഡിലും വെയിൽസിലും ഇംഗ്ലണ്ടിന്റെ ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം വികസനം നടപ്പാക്കുന്ന രീതിയിലോട്ടായിരിക്കും അദ്ദേഹത്തിന്റെ പ്ലാനുകൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിലും നിരവധി മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇമിഗ്രേഷൻ കൂടുതൽ കൺട്രോൾ ഉള്ളതാക്കുക. ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന കുത്തഴിഞ്ഞ രീതി എല്ലാം ഇല്ലാതാക്കി നിയമപരമായി മാത്രം UK എത്താൻ കഴിയുന്ന രീതിയിലോട്ട് നിയമ ചേഞ്ചുകൾ കൊണ്ടുവരും. ഇലക്ഷൻ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് മുൻതൂക്കം നൽകുമെന്ന പ്രസ്താവന കൂടിയാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അന്ന് ഗവൺമെന്റ് എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ നൽകിയത് അത് നടപ്പാക്കുന്നതിനും മുഖ്യ പരിഗണന നൽകും. കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ ഇമിഗ്രേഷൻ പ്ലാനുകൾക്ക് വലിയ വിമർശനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അത് പുനഃപരിശോധിക്കാൻ ആൻഡി ബെൺഹാം തയ്യാറാകുമെന്ന പ്രസ്താവന കൂടി നൽകിയിരിക്കുന്നത്. UK എത്തുന്നവർക്ക് ILR 10 വർഷക്കാലം കഴിഞ്ഞ് മതിയെന്നുള്ള ആ ഒരു നിയമ ചേഞ്ചിന് ഒട്ടേറെ തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അത് പുനഃപരിശോധിക്കാൻ തയ്യാറാകുന്നത്. അതുമാത്രമല്ല അഭയാർത്ഥി വിസ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രഖ്യാപനമാണ് ഹോം സെക്രട്ടറി കുറച്ചുനാൾ മുൻപ് നടത്തിയത്. UK അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അപ്പീൽ നൽകുന്ന നിയമങ്ങൾ കർശനമാക്കിയിരുന്നു. UK മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ ബേസിൽ വിസ അനുവദിക്കണമെന്നുള്ള രീതി മാറുന്ന സുപ്രധാന കർശന നിയമങ്ങളാണ് അവർ പ്രഖ്യാപിച്ചതും. പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി നടത്തിയ പ്രസംഗത്തിൽ ആൻഡി ബെൺഹാം സൂചിപ്പിച്ചത് കഴിഞ്ഞ കുറെ കാലമായി UK ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും പ്രധാനമന്ത്രിമാർ മാറിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് താൻ അവെയർ ആണെന്നും അതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനമുള്ളതായിരിക്കുമെന്നുമാണ്. ഒരു എക്കണോമിക് പൊളിറ്റിക്കൽ പ്ലാൻ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കും. അതനുസരിച്ച് വ്യാപകമായ ചേഞ്ചുകൾ രാജ്യത്ത് കൊണ്ടുവരും. പ്രത്യേകിച്ചും അടുത്ത 10 വർഷക്കാലം കൊണ്ട് UK എല്ലാ മേഖലകളിലും വലിയ വികസനം കൊണ്ടുവരുന്ന പ്രത്യേക പ്ലാനുകളായിരിക്കും ഇതോടൊപ്പം തന്നെ നടപ്പാക്കുക. എല്ലാ സുപ്രധാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന രീതിയിലായിരിക്കും ഈ ഒരു പ്ലാൻ ഉണ്ടാവുക എന്നും അദ്ദേഹം വിശദമാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയാൽ ആദ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായുള്ളത് UK ജീവിത ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകും. അതേസമയം തന്നെ UK ജോലിയില്ലാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് യങ് ജനറേഷൻ ഉണ്ട്. ജോലിയില്ലാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണുള്ളത്. അവർക്ക് ജോലി നൽകുന്നതിന് മുഖ്യ പ്രാധാന്യം നൽകും. കൂടുതൽ സംവിധാനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരും. UK തൊഴിലില്ലായ്മ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആൻഡി ബെൺഹാമിന്റെ പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ജോലിയില്ലാതെ കഴിയുന്ന ചെറുപ്പക്കാർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി ട്രെയിനിങ്ങുകൾ നൽകി ജോലികളിലോട്ട് എത്തിക്കാനുള്ള നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും. ഇത്തരത്തിലുള്ള വിപുലമായ പ്ലാനുകളായിരിക്കും ആൻഡി ബെൺഹാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ബ്രിട്ടനെ റീബിൽഡ് ചെയ്യുന്ന പ്ലാനുകളാണ് ആൻഡി ബെൺഹാം നടപ്പാക്കുക എന്ന പ്രസ്താവനയാണ് ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം നൽകിയിരിക്കുന്നത്. കുറെ നാളുകളായി UK സംഭവിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ
ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. നിരവധി മാറ്റങ്ങൾ നടപ്പാക്കി ജനങ്ങളെ വീണ്ടും വിശ്വാസത്തിലെടുക്കാനുള്ള പ്ലാനുകൾ ഗവൺമെന്റ് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ജനകീയ വിശ്വാസം തിരികെ പിടിക്കുന്നതിനുള്ള പ്ലാനുകൾക്ക് മുൻഗണന നൽകും. യുകെയിൽ ആന്റി ബെൻഹാം ഗവൺമെന്റ് എന്ത് ചെയ്താലും അത് ജനങ്ങളുടെ നന്മയെ ഉദ്ദേശിച്ചും ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമെന്ന പ്രസ്താവന കൂടി ആദ്യ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ തന്നെ അദ്ദേഹം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യാപകമായ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകുമെന്ന സൂചന കൂടിയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയിരിക്കുന്നത്. രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളും അനുസരിച്ച് കാര്യങ്ങൾ മാറുക എന്നുള്ളത് ഒട്ടേറെ ചേഞ്ചുകൾക്ക് തുടക്കമിടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും. ഇതിനു മുൻപും പ്രധാനമന്ത്രിമാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. വ്യാപകമായ ചേഞ്ചുകൾ രാജ്യത്ത് കൊണ്ടുവരും, UK മറ്റൊരു തലത്തിലോട്ട് മാറുന്ന രീതിയിലുള്ള വികസന പരിപാടികൾ നടപ്പാക്കുമെന്ന പ്രസ്താവനകൾ ഇലക്ഷൻ സമയത്ത് തന്നെ അവർ നൽകിയതാണ്. അതിനുശേഷം ക്രിസ്റ്റാമർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയെങ്കിലും പ്രധാന പ്ലാനുകളൊന്നും അവർക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല. ഒട്ടേറെ എതിർപ്പുകളുണ്ടായി. MP-മാർക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച നിരവധി പ്ലാനുകൾ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇപ്പോൾ ആന്റി ബെൻഹാം പ്രധാനമന്ത്രി ആയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിന് ശേഷം റീഫോം പാർട്ടി നേതാവ് നൈജൽ ഫരാജ് കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് പ്രധാനമന്ത്രിയായ വ്യക്തിയല്ല ആന്റി ബെൻഹാം എന്നും ഒരു മേയർ സ്ഥാനത്ത് നിന്നും ജനങ്ങളുടെ വിശ്വാസം തിരികെ പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നേതൃമാറ്റം മാത്രമാണ് ആന്റി ബെൻഹാമിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന വിമർശനം അവർ നൽകുന്നു. ഔദ്യോഗികമായി പ്രധാനമന്ത്രി സ്ഥാനം റിസൈൻ ചെയ്തതിനു ശേഷം സർ ക്രിസ്റ്റാമർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് തന്റെ ഭരണകാലത്ത് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ നടപ്പാക്കി. മുൻപ് കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥയിൽ നിന്നും രാജ്യത്തെ കുറെയൊക്കെ രക്ഷിക്കാനായി നിരവധി നല്ല മാറ്റങ്ങൾ രാജ്യത്ത് നടപ്പാക്കാനായി ഇപ്പോൾ ഞാൻ പടിയിറങ്ങുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കാനും അദ്ദേഹം മറന്നില്ല. പുതുതായി പ്രധാനമന്ത്രിയായിരിക്കുന്ന ആന്റി ബെൻഹാമിന് എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തു. പുതിയ സാഹചര്യത്തിൽ കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നിലപാടുകൾ സ്വീകരിക്കുന്ന റീഫോം, റീസ്റ്റോർ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ വിമർശനങ്ങളാണ് പുതിയ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റാമർ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിയാത്തതുപോലെ തന്നെയാണ് ഈയൊരു നേതൃമാറ്റത്തിലും സംഭവിക്കാൻ പോവുക എന്ന വിമർശനമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് വേണ്ടത് ഒരു ജനറൽ ഇലക്ഷൻ ആണെന്നും ജനങ്ങളുടെ താല്പര്യം ഈ ഒരു ഗവൺമെന്റ് മാറണം എന്നതാണെന്നും അവർ കുറ്റപ്പെടുത്തി. 5 വർഷക്കാലം ലേബർ പാർട്ടിക്ക് ഭരിക്കുന്നതിന് വേണ്ടി ഒരു നേതൃമാറ്റം കൊണ്ടുവന്നു എന്ന രീതിയിലാണ് കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്ത് തന്നെ ആര് പ്രധാനമന്ത്രി ആകണം എന്ന കാര്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ക്രിസ്റ്റാമർ അധികാരത്തിലെത്തുകയും രാജ്യത്ത് വലിയ മാറ്റങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇലക്ഷൻ വാഗ്ദാനങ്ങളുടെ ഭാഗമായി അവർ പറഞ്ഞ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടപ്പാക്കാൻ കഴിയാത്ത നിലയിലോട്ട് കാര്യങ്ങളെത്തി. പ്രത്യേകിച്ചും NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് കാര്യമായി ഫലം ചെയ്തില്ല. എന്നാൽ വെയിറ്റിംഗ് ലിസ്റ്റ് കുറെയൊക്കെ കുറയ്ക്കാൻ തങ്ങൾക്കായി എന്ന അഭിപ്രായമാണ് സർ ക്രിസ്റ്റാമർ പങ്കുവച്ചതും. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനവുമായി എപ്പോഴും മുൻനിരയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആന്റി ബെൻഹാം വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളാണുള്ളത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം ഓരോ ചലനങ്ങളും കൃത്യമായി വിലയിരുത്തുകയും അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. പല നിയമങ്ങളും നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ നിയമങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഞങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന രീതിയിലാണ് അവരുടെ പ്രസ്താവനകളെല്ലാം. രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള നിരവധി ക്യാമ്പയിനുകളാണ് റീഫോം പാർട്ടി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലേബർ ഗവൺമെന്റ് സാധാരണക്കാരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. മുൻ ലേബർ പാർട്ടി നേതാക്കളൊക്കെ അത്തരം സമീപനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ആന്റി ബെൻഹാം പ്രധാനമന്ത്രിയായി എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രധാന കാഴ്ചപ്പാടും അതേ രീതിയിൽ തന്നെയാണ്. സാധാരണക്കാർക്ക് കൂടുതൽ സഹായം നൽകുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും അദ്ദേഹം സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഷബാന മഹ്മൂദിന്റെ ഇമിഗ്രേഷൻ പോളിസികൾ താൻ പുനഃപരിശോധിക്കുമെന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയതും. വരും ദിവസങ്ങളിൽ ധാരാളം ചേഞ്ചുകൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. ലേറ്റസ്റ്റ് വാർത്തകളുമായി വീണ്ടും കാണാം.